ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പമ്പിംഗ് ലെമ്മയുടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലമാണ്. നമ്മളുടെ ക്വസ്റ്റ്യന് ഇതാണ്: പ്രൂവ് ദാറ്റ് L ഈസ് ഈക്വൽ ടു a raised to I b raised to I such that I is greater than or equal to 0 is not regular. ഹിയർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് അത് നോട്ട് റെഗുലർ ആണെന്ന് തെളിയിക്കണം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയണമെങ്കിൽ a raised to I b raised to I എന്നാണ്. സോ ഹിയർ നമ്മൾ ഐക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നോ അതാണ് നമ്മൾക്ക് സ്ട്രിങ് ആയിട്ട് കിട്ടുക. 0 കൊടുക്കാം, ദെൻ 1 കൊടുക്കാം, 2 കൊടുക്കാം, എക്സെട്ര. നമുക്ക് ഐക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും 0ക്കാൾ ഗ്രേറ്റർ ആയ എത്ര വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. സോ നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ സ്ട്രിങ് കിട്ടൽ നൾ സ്ട്രിങ് ആണ്, ദാറ്റ് മീൻസ് എപ്സിലോൺ. ദെൻ നമ്മൾ ഐക്ക് 1 കൊടുത്താൽ നമുക്ക് കിട്ടൽ എ ബി. ദെൻ നമ്മൾ ഐക്ക് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടൽ എ ബി ബി. ദെൻ നമ്മൾ ഐക്ക് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എ ബി ബി ബി, എക്സെട്ര. സോ ഇതാണ് നമ്മളുടെ സ്ട്രിങ് വരുന്നത്, നമ്മളുടെ ലാംഗ്വേജിൽ വരുന്ന സ്ട്രിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. സോ നമുക്ക് നമ്മളുടെ പ്രൂഫിലേക്ക് പോവാം. ദെൻ പ്രൂഫിൽ പറയുന്നത് മെയിനായിട്ട് 5 കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഫസ്റ്റ് വന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗിവൺ ലാംഗ്വേജ് നമ്മളിതൊക്കെ റെഗുലറാണെന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം L is regular. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ലാംഗ്വേജിൽ നിന്നും ഒരു സ്ട്രിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. എസ് എന്ന് പറഞ്ഞ സ്ട്രിങ് നമ്മൾ സെലക്ട് ചെയ്യാം. എസ് എന്ന് പറഞ്ഞ സ്ട്രിങ് സെലക്ട് ചെയ്യാം. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ആ പ്രൂഫിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളതാണ്. സോ കാണാത്തവർ അത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സിക്കും പകരം ഐ ആണ്. ദെൻ നമ്മളുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ സ്ട്രിങ്ങിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കി. ആദ്യം നമ്മൾ ഈ സ്ട്രിങ്ങിനെ നമ്മൾ ഡിഫൈൻ ചെയ്യൽ എ റൈസ് ടു ഐ ബി റൈസ് ടു ഐ എന്നാണ്. സോ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 2 തന്നെ. നമ്മൾ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻസൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ സോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. ദെൻ 2i ആണ് വരുന്നത്. ദെൻ ദാറ്റ് മീൻസ് 2i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ തന്നെയാണ്. സോ ഈ ഇക്വേഷന് ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഈ ഒരു പറഞ്ഞ സംഭവമാണ് ഈ 2i ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് എക്സിൻ്റെ ലെങ്ത്ത്. നമ്മൾ തേർഡ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 സ്ട്രിങ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എക്സ് വൈ സെഡ് എന്ന്. ദെൻ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ സബ്സ്ട്രിങ് നിന്ന് വൈ എക്സ് വൈ സെഡ്, ഈ എക്സ് വൈ സെഡ് നിന്ന് വൈ സെലക്ട് ചെയ്യുക. ദെൻ ആ വൈൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് ഈ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക, എക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് സെലക്ട് ചെയ്യുക. ദെൻ ആ എക്സ് വൈൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ സി ആയിരിക്കണം, ലെസ് ദാൻ ഈക്വൽ ടു സി ആയിരിക്കണം. ദെൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എക്സ് വൈ റൈസ് ടു കെ സെഡ് ബിലോങ്സ് ടു എൽ. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈക്ക് കെ ടൈംസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് ആ ലാംഗ്വേജിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നത്. സോ ഞാൻ എടുക്കാൻ പോകുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് നമ്മുടെ ലാംഗ്വേജിൽ നിന്നും എ ബി ബി എന്ന സ്ട്രിങ് ആണ് ഞാൻ എടുക്കുന്നത്. ദെൻ ഇതിനെ എക്സ് വൈ സെഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എ എന്ന് പറഞ്ഞാൽ എക്സ്, ദെൻ എ ബി എന്ന് പറഞ്ഞാൽ വൈ, ദെൻ സെഡ്, അപ്പോൾ ബി. സോ ഇങ്ങനെയാണ് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ എക്സ് വൈ സെഡ് ആയിട്ട്, എക്സ് എന്ന് പറഞ്ഞാൽ എ, വൈ എന്ന് പറഞ്ഞാൽ എ ബി, സെഡ് എന്ന് പറഞ്ഞാൽ ബി. ദെൻ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ലെങ്ത് ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഹിയർ വൈ ഈസ് ഈക്വൽ ടു എ ബി. ദെൻ ലെങ്ത് ഓഫ് വൈ എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് 2 ആണ്. ദെൻ 2 ഈസ് ഗ്രേറ്റർ ദാൻ 0. ദെൻ ഓക്കെ, ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയി വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ സെലക്ട് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എ ആണ്. ദെൻ എ
ലെങ്ത് ഓഫ് എക്സ് വൈൻ്റെ ലെങ്ത്താണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എക്സ് എന്ന് പറഞ്ഞാൽ എ ആണ്, ദെൻ വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബി ആണ് എടുത്തിരിക്കുന്നത്. ദെൻ ലെങ്ത് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ് നമുക്ക് കിട്ടുക. ദെൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലെസ് ദാൻ സി ഹിയർ ലെങ്ത്. ദെൻ നമുക്കറിയാം സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ്സിനിൽ വരുന്ന ലെങ്ത്താണ് വരിക. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. സി ഈസ് ഈക്വൽ ടു ഹിയർ സി ഈസ് ഈക്വൽ ടു 4 ആണ്. സോ ഈ ഒരു കണ്ടീഷനും ട്രൂ ആയി വന്നു. നമുക്ക് ഈ ഒരു കണ്ടീഷനും നമ്മൾ ട്രൂ ആണ്. ദെൻ തേർഡ് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി തേർഡ് കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളൊരു കെ എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുക. ആ വാല്യൂ എത്രയാണ് നമ്മൾ എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന വാല്യൂ, ആ വാല്യൂ വൈ എന്ന് പറഞ്ഞ സബ്സ്ട്രിങ്ങിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കാം. ദെൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സ്ട്രിങ് ലാംഗ്വേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. സോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇനി ചെക്ക് ചെയ്യാം. ലെറ്റ് കെ ഈസ് ഈക്വൽ ടു 2. ദെൻ നമ്മൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു എ, ദെൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി, ദെൻ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി. സോ നമ്മൾ എക്സ് വൈ റൈസ് ടു കെ സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടൽ എ ബി 2 ടൈംസ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എ ബി എന്ന് പറഞ്ഞത് ബിക്കോസ് വൈ കെ ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സാണ് ഇവിടെ ചെയ്യുന്നത്. സോ എ ബി 2 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ദെൻ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി, ദെൻ എ, ദെൻ ഇത് 2 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ എ ബി ബി. ഇതാണ് നമ്മളുടെ എക്സ് വൈ റൈസ് ടു 2 സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് കിട്ടുക. സോ ഈ കിട്ടിയിരിക്കുന്ന സ്ട്രിങ് നമ്മൾക്ക് എല്ലിൽ ബിലോങ് ആണോ നോക്കണം. സോ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ട്രിങ് പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന്. നമ്മുടെ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്തിരിക്കുക എങ്ങനെയാണ് എ ബി എ ബി ബി എ ബി ബി. സോ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കോൺസിക്യൂട്ടീവ് എസ് ഉണ്ടോ അത്രയും കോൺസിക്യൂട്ടീവ് ബീസ് ആണ് വരിക. സോ ഹിയർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2A ദെൻ 1B ദെൻ അഗൈൻ എ ദെൻ ബി ബി. സോ ഈ ഒരു കണ്ടീഷൻ നമ്മളുടെ ലാംഗ്വേജിൽ ബിലോങ് അല്ല, നോട്ട്സ് ബിലോങ് ടു L. So hence the language L is not regular. So നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. So friends, that's all about in this video. ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന പ്രോബ്ലത്തിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.